ശ്രീ പ്രസാദ് കുരുവിള, ഇവിടെ ഈ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ വി പി മുസ്തഫ പറയുന്ന പോലെ എന്ത് കാരണമായിക്കോട്ടെ 29 ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 884 ശതമാനം നോക്കിയാൽ 3018% വർധനമാണ്. അന്നൊന്നും ഇല്ലാത്ത കോലാഹലം 2 മണിക്കൂർ ബാർ തുറന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ശ്രീ പ്രസാദ് കുരുവിള? ആഷ്മി, എനിക്ക് തുടക്കത്തിൽ നിങ്ങൾ 24 അവതരിപ്പിച്ച ആ പരസ്യം കണ്ടപ്പം ഒരു വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അവരതിനകത്ത് ഇന്നസെൻറ്റും അതുപോലെ നമ്മുടെ സിനിമാ നടി KPC ലളിതയൊക്കെ പറഞ്ഞത് നുണ പറയുന്നവരെ തിരിച്ചറിയുക. അവർ തുടക്കത്തിലെ നുണ പറഞ്ഞാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. 10 വർഷം മുമ്പ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ് 29 ബാറുകൾ മാത്രമായി ഉണ്ടായിരുന്നത്. അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന്. പക്ഷെ അവര് അങ്ങോട്ട് അധികാരത്തിലേറിയപ്പോൾ തന്നെ അവര് പിന്നെ പറയാൻ തുടങ്ങിയത് മദ്യവർജനമാണ്. ഈ മദ്യവർജനം എന്ന് പറയുന്നത് ഒരു മുന്നണിയോ ഒരു സർക്കാരോ നടപ്പാക്കേണ്ട പദ്ധതിയല്ല, ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട ഒരു പദ്ധതിയാണ്, ഒരു തീരുമാനമാണ് ഈ വർജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വർജനം പറഞ്ഞ് ഇവർ വർജനത്തിന് വേണ്ടി എന്ത് ചെയ്തു? പാർട്ടിക്ക്, സംഘടനകൾക്കൊക്കെ നിങ്ങൾ വർജിക്കാൻ. പക്ഷേ പ്രസാദ് കുരുവിള, KCBC എന്ന് പറയുന്ന ഒരു ആത്മീയ ഫോറം അല്ലേ? അത് വിശ്വാസികളുടെ ഫോറം അല്ലേ? അത് സംസാരിക്കുന്ന വിശ്വാസികളോടല്ലേ? എപ്പോഴെങ്കിലും കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ ഈ മദ്യവിൽപ്പന നടത്തരുത്, അല്ലെങ്കിൽ വിശ്വാസികൾ ആണെങ്കിൽ കൂടി നടത്തുന്ന ഈ പറഞ്ഞ മദ്യശാലകളിൽ വിശ്വാസികൾ പോയി മദ്യപിക്കരുത് എന്ന് ഏതെങ്കിലും കാലത്ത് KCBCയോ അങ്ങയുടെ സമിതി പറഞ്ഞിട്ടുണ്ടോ ശ്രീ പ്രസാദ് കുരുവിള? അല്ല, നിശ്ചയമായിട്ടും മദ്യത്തിന് അടിമയാവർ, പരസ്യ മദ്യപാനികൾ പള്ളിയുടെ ഒരു സംവിധാനത്തിലും ഭാരവാഹിത്വമോ അംഗത്വമോ എടുക്കാൻ പാടില്ല എന്ന് കർക്കശമായ സ്ഥിരം മദ്യപാനമല്ല. സ്ഥിരം മദ്യപാനം ആൾക്കാരുടെ ജീവിതം തുലയ്ക്കും എന്ന കാര്യം അങ്ങ് പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുടിക്കുന്നവർക്കും അറിയാം. പ്രസാദ് കുരുവിള, അതല്ലല്ലോ ഇവിടെ ഇപ്പം നിങ്ങളിറക്കിയ വാർത്താക്കുറിപ്പിൽ ബൈബിൾ വാചകം മുദ്രിച്ചുകൊണ്ട് മദ്യം അണലിയെ പോലെ കുത്തും, സർപ്പത്തെ പോലെ വീശും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാർത്താക്കുറിപ്പായിരുന്നല്ലോ. അങ്ങനെ സർപ്പത്തെ പോലെ കൊത്തുന്ന, അണലിയെ പോലെ കൊത്തുന്ന പണി നമ്മുടെ വിശ്വാസികൾ ചെയ്തുകൂടാ എന്നൊരു സർക്കുലർ എപ്പോഴെങ്കിലും ഇറക്കിയിട്ടുണ്ടോ ശ്രീ പ്രസാദ് കുരുവിള? മദ്യം അത് പാമ്പിനെ പോലെ കൊത്തുകയും അണലിയെ പോലെ കടിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പരാമർശം സൂചിപ്പിച്ചതിന്റെ കാരണം, മദ്യനയത്തില് ജനവിരുദ്ധമായ നയം രൂപീകരിക്കാൻ തയ്യാറാകുന്ന ഏത് സർക്കാർ ആണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അത് പാമ്പിനെ പോലെ കൊത്തുകയും അണലിയെ പോലെ കടിക്കുകയും KCBC ബൈബിൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അതിനൊരു വിശ്വാസത്തിന്റെ പശ്ചാത്തലമുണ്ട്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് മദ്യം വേണ്ട എന്നൊരു നിലപാട് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇവിടെ കത്തോലിക്ക സഭ നിശ്ചയമായിട്ടും തുടർച്ചയായിട്ട് ബോധവൽക്കരണങ്ങളും തുടർച്ചയായ സർക്കുലറുകളും ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ മാർച്ച് 8-ാം തീയതി കേരള കത്തോലിക്ക സഭ സീറോ മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിൽ മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഇപ്പോ അങ്ങയുടെ മതം വിചാരിച്ചാൽ, അല്ലെങ്കിൽ മത നേതൃത്വം വിചാരിച്ചാൽ മദ്യം നിരോധിക്കാൻ കഴിഞ്ഞ എത്ര രാജ്യങ്ങളുണ്ടെന്നേ? എവിടെ ഏതെങ്കിലും രാജ്യത്ത് മദ്യ നിരോധനമുണ്ടോ? ഇല്ല. ഏതെങ്കിലും രാജ്യത്ത് മദ്യ നിയന്ത്രണമുണ്ടോ? ഇല്ല. ഉണ്ടോ? അതുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയ്ക്ക് മദ്യ നിരോധനം വേണം എന്നൊരു നിലപാട് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? മദ്യനിരോധനം വേണമെന്നാണല്ലോ കത്തോലിക്ക സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്ന മദ്യനിരോധന, അതാ മദ്യവിരുദ്ധ സമിതി എന്ന് പറയുന്ന മദ്യനിരോധനം നടപ്പാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് KCBC മദ്യവിരുദ്ധ സമിതി രൂപം കൊണ്ട് 27 വർഷമായി. അതിവിടെയല്ലേ ഞാൻ പറഞ്ഞ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എന്ന് പറയുന്ന KCBC ഒരു വിശ്വാസി പ്രസ്ഥാനമാവുമ്പോ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ആ നിലപാടുണ്ടോ എന്നൊരു ആത്മപരിശോധന നിങ്ങൾ നടത്തണ്ടേ ശ്രീ പ്രസാദ് കുരുവിള? മദ്യം പാമ്പിനെ പോലെ തിന്മയാകുമ്പോൾ എന്ന് പറയുമ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ കൗൺസിൽ എന്നാണ് സാറും പറയുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിലെ വിഷയമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ആഗോള വിഷയം ചർച്ച ചെയ്യാൻ പോയാൽ നമ്മൾ എന്തെല്ലാം എടുത്ത് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കേരളത്തിലെ വിഷയം. പ്രസാദ് കുരുവിള, ഇന്ത്യയിലെ ഏറ്റവും നല്ല മാൾട്ട് വിസ്കി, സിംഗിൾ മാൾട്ട് വിസ്കി എന്ന് പറഞ്ഞാൽ ഇൻ കോട്സ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സിംഗിൾ മാൾട്ട് വിസ്കി എന്ന പേര് കേട്ട വിസ്കി ഗോവയിലാണ്. പേരെന്താണെന്നറിയോ? പോൾ ആൻഡ് ജോൺസ്. സെന്റ് പോളും സെന്റ് ജോണും അപ്പോസ്തലന്മാരാണ്. അവരുടെ നിങ്ങളുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവരുടെ പേരെടുത്ത് ഒരു കള്ളിനിട്ടാൽ വിശ്വാസി വികാരം വ്രണപ്പെടും, അത് മാറ്റണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഉടമയുടെ പേര് പോട്ടെ, ഉടമ ഏത് വിശ്വാസിയാണെന്ന് പോട്ടെ. ഇവിടെ സഭ, ഇവിടെ കത്തോലിക്ക സഭ ഒരു സ്ഥലത്തും ബാർ നടത്തുന്നില്ല. അപ്പൊ ആരെങ്കിലും പേരുകളോടുകൂടി നടത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സഭ ഉത്തരവാദിയല്ല. പക്ഷേ പോളിന്റെയും ജോണിന്റെയും പേരിട്ട് വിസ്കി വിൽക്കുക, പോളിന്റെയും ജോണിന്റെയും പേരിട്ട് വിസ്കി വെക്കുക, അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾ ആ പേര് മാറ്റ് എന്ന് പറയണ്ടേ? അല്ല, ഏതെല്ലാം
അല്ല, ഞാനിവിടെ പറയുന്നത് ഏതെല്ലാം മതങ്ങളുടെ പേരിൽ ഏതെല്ലാം സമുദായ നേതാക്കളുടെ പേരിലും മദ്യം ഇറങ്ങുന്നുണ്ട് അല്ലേ? ഏത് സമുദായ അതിനെല്ലാം നമ്മൾ സമാധാനം പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. ഇല്ലല്ല, ഉത്തരവാദിത്തമാണ്. KCBSക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്താണ് കാരണം? അത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ആണെന്നുള്ളതും അത് ക്രൈസ്തവ മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോറം ആണെന്നുള്ളതും നിങ്ങൾ ബാധ്യസ്ഥരാവേണ്ടത് വിശ്വാസികളോടാണ് എന്നുള്ളതും. ഒരു ബാർ നടത്തുന്നുണ്ടെ പറയാം, കത്തോലിക്ക സഭ ഒരു ബാർ നടത്തുന്നുണ്ടെ നമുക്ക് പറയാം, അല്ല ഒരു ഔട്ട്ലെറ്റ് നടത്തുന്നുണ്ടെ പറയാം. അല്ല, അപ്പൊ സഭയ്ക്ക് കീഴിലെ വിശ്വാസികൾ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് കീഴിലെ വിശ്വാസികൾ ഈ പണി നിർത്തണം എന്നങ്ങനെ പറയാൻ ഇപ്പോഴെങ്കിലും പറ്റുമോ പ്രസാദ് കുരുവിള? സർക്കാരിനോട് പറയൂ, നല്ല കാര്യം. പക്ഷേ സഭയ്ക്ക് കീഴിലെ വിശ്വാസികൾ ഈ മദ്യവിൽപ്പന നിർത്തണം, ആ പണി നമുക്ക് വേണ്ട, അതിൽ കിട്ടുന്ന പണം ഒരു പള്ളിക്കും വേണ്ട എന്ന് ആർജവത്തോട് ഇപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, അതൊന്നും നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു സമുദായവും ഒരെണ്ണവും നിർത്താൻ പറയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ സഭ ഇതിനെതിരാണെന്നുള്ള ബോധ്യമുണ്ടല്ലോ. അല്ല, അത് കള്ളു കുടിച്ച് 4 കാലി വരുന്ന ആൾക്കാർ ഏത് ഉത്തരവാദിത്തം എവിടെ ഏൽപ്പിക്കാൻ പറ്റുക? കള്ളു കുടിച്ച് ബോധമില്ലാത്ത മനുഷ്യന്മാർ ഏത് ഉത്തരവാദിത്തം എവിടെ ഏൽപ്പിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. അത് സഭയിലെന്നല്ല, ഒരിടത്തും പറ്റില്ല. അല്ല, അതിന് നമുക്ക് കൃത്യമായ നിയമാവലികളുണ്ടെന്നേ. അതിന് കൃത്യമായ നിയമാവലിയുണ്ട്. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ ആവശ്യം സാർ, നമ്മുടെ ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മദ്യശാലകളുടെ, പ്രത്യേകിച്ച് ബാറുകളുടെ സമയവർദ്ധന കൊടുത്തു. ബാറുകളുടെ സമയവർദ്ധന കൊടുത്തപ്പോൾ ബെഫ്കോ ഔട്ട്ലെറ്റുകളുടെ സമയവർദ്ധന കൊടുത്തിട്ടില്ല. അതൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്തെ എന്തോക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് സാധാരണ ജനത്തിന് തോന്നിയാൽ അത് വലിയ കുറ്റമായിട്ട് തോന്നുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പോ സാറ് സൂചിപ്പിച്ചു 800 സിസ്റ്റമാണ് ബാറുകളെന്ന്. പക്ഷെ അല്ല സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നുണ്ട് 1016 ബാറുകളുണ്ട്. ഇവിടെ 1016 ബാറുകളുണ്ട്. 29 നിന്ന് 1016 ബാറിലേക്ക് വന്നിരിക്കുക. അതിനും അപ്പുറത്ത് 200 ലൈസൻസിനുള്ള 200 അപേക്ഷ. ഉറപ്പായും സർക്കാരിനോട് കണിശമായി ചോദിക്കാം. പ്രസാദ് കുരുവിള, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, മദ്യവിൽപ്പന നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ സഭയുടെ നിലപാട് എന്താണ്? അല്ല, അതിപ്പം ഞാൻ പറയാൻ, അതിന് ആധികാരികമായിട്ട് പറയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ നേതൃത്വം പറയട്ടെ. അല്ല, ആധികാരികമായിട്ടല്ല, അല്ലാതെങ്കിലും ഒന്ന് പറയും. ശരിയാണോ? ഞാൻ പറയുന്നത് സഭ ഈ പറയുന്ന പാമ്പിനെ പോലെ വീശിക്കൊത്തുന്ന, അണലയെ പോലെ ആഞ്ഞുകൊത്തുന്ന ഒരു തിന്മ നമ്മുടെ വിശ്വാസികൾ നടത്തിക്കൂടാ എന്ന് പറയണ്ടേ ആദ്യം, എന്നിട്ട് വേണ്ട സർക്കാരിനെതിരെ ഇറങ്ങാൻ ശ്രീ പ്രസാദ് കുരുവിള? അല്ല, അത് സ്വാഭാവികം. നമുക്ക് അത് പറയാം, നിങ്ങൾ നടത്തുന്നത് ശരിയല്ല, അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. വത്തിക്കാനിൽ മദ്യവിൽപ്പനയുണ്ട്. വിശ്വാസികൾ ബാറുകളോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളോ ഒക്കെ നടത്തുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പറയാം. വത്തിക്കാനിൽ മദ്യനിരോധനമുണ്ടോ പ്രസാദ് കുരുവിള? നിയമമാക്കി അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതിനെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ എന്നൊക്കെ പറയുമ്പോഴും ആഗോള കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ അതിന് അടിസ്ഥാനമില്ല എന്നാരും പറയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.